Assalamu alaikum. Welcome back to another vlog. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫുഡ് വ്ലോഗ് ആയിട്ടാണ്. ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇറച്ചിച്ചോറാണ്. ഓൾറെഡി ഇറച്ചിച്ചോറ് കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ വേറൊരു രീതിയിലാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് സുരേഖ റൈസ് തന്നെ വെച്ചിട്ടായിരുന്നു. ഇന്ന് നമ്മൾ കൈമ റൈസ് വെച്ചിട്ട് എങ്ങനെയാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക. പിന്നെ എന്താണ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുക്കറിലാണ് ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് 3ഉം കൂടെ ഒരുമിച്ച് ഇട്ടോ അല്ലാതെ എങ്ങനെ വേണമെങ്കിലും ചതച്ചത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് തക്കാളി കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി കൂടുതലെടുക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഞാൻ മല്ലിപ്പൊടി വളരെ കുറച്ചേ യൂസ് ചെയ്യാറുള്ളൂ. മല്ലിപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന്, മല്ലിപ്പൊടിയുടെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം മഞ്ഞൾപ്പൊടി, പിന്നെ മീറ്റ് മസാലയാണ്. മീറ്റ് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഭയങ്കര മസാലയുടെ ഒക്കെ ഒരാളാണ്. അപ്പോൾ എല്ലാ മസാലയും ഞാൻ ഇടാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മീറ്റ് മസാല ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല, നമ്മൾ എല്ലാ മസാലപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി മസാലപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ബീഫിലേക്കൊക്കെ നന്നായിട്ട് മസാലയും സവോളയും എല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ഒഴിക്കാം. ഞാനിവിടെ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം മിക്കച്ചിക്ക് ഒരുപാട് ഓയിലായിട്ടുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. മിക്കച്ചിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓയിലൊക്കെ കുറച്ച്, നെയ്യ് പോലും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മസാലയൊക്കെ പരട്ടി ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5 വിസിൽ കഴിഞ്ഞിട്ട് നമുക്കിത് ഓഫാക്കിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട്
ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഈ ബീഫ് എടുത്ത് മാറ്റാം. ആ ചാറ് നമുക്ക് വേണം. നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ച ബീഫ് ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി വെള്ളം പറ്റാനുണ്ട്. നമുക്ക് അപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഇറച്ചിച്ചോറ് ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ എന്നെയാണ് വിളിച്ചേക്കുന്നത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ കഴിക്കണേ. ഒരു ടേസ്റ്റ് ചെയ്തു. ഒന്ന് ടേസ്റ്റ് ചെയ്തില്ലേ? ഒന്ന് ടേസ്റ്റ് ചെയ്തു. ശരിക്കും ഇങ്ങനെയൊന്നും അല്ല കഴിക്കണ്ട. കൈ കൊണ്ട് തന്നെ കഴിക്കണം. കൈ കൊണ്ട് കഴിച്ചിട്ട് പറ അവരോട്. സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും 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 തിന്നാൻ തോന്നുന്നു. അപ്പോൾ ചാനൽ
അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരെയ്ക്കും ബൈ ബൈ.